ബാക്ക് മാത്സ് ട്യൂഷൻ. നമുക്ക് മെയിനുള്ള ഡിറ്റർമിനൻ്റ് ആണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. If A is equal to matrix 2 1 0 1 2 minus 1 0 minus 1 2. A is equal to this. If determinant of edge is equal to 16 raised to n. Find n. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനൊരു മെയിൻ ഫോർമുലയുണ്ട്, എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് edge is equal to determinant A raised to ഇവിടെ n minus 1 raised to ഇവിടെ n എന്ന് പറയുന്നത് ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3. അതാണ് ആ n. ഓർഡർ n ആണെങ്കിൽ n. ഇപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3 കൊടുക്കാം. ഇത് ജനറലായിട്ട് എഴുതുകയാണ്. എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n. ഡിറ്റർമിനൻ്റ് ഓഫ് edge നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് A ദ ഹോൾ റേസ് ടു n minus 1 റേസ് ടു 3. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്കിവിടെ തരുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 1 2 3. ഇവിടെ എത്ര അഡ്ജ് ഉണ്ട്? 1 2 3. ആ 3 ആണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ അഡ്ജ് അങ്ങനെ 4 അഡ്ജ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് എഴുതും? റേസ് ടു 4. ഡിറ്റർമിനൻ്റ് ഓഫ് A ദ ഹോൾ റേസ് ടു n minus 1 റേസ് ടു 4. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസൊന്നും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ എഴുതുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആദ്യം ഡിറ്റർമിനൻ്റ് ചെയ്യേണ്ടി വരും, നോക്കാം. ഡിറ്റർമിനൻ്റ് 2 1 0 1 2 minus 1 0 1 2 2 into 4 minus 1 minus 1 into 2 plus 0 0. Determinant 8. 2 1 0 1 2 minus 1 0 minus 1 2 ആണ് കേട്ടോ. സോറി. ഇപ്പോൾ ഇവിടെ 4 minus 1 2 into 4 minus 1 3 minus 1 into 2. നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? ഡിറ്റർമിനൻ്റ് ഓഫ് edge 2A is equal to 16 raised to n. നമുക്ക് ഡിറ്റർമിനൻ്റ് കിട്ടി അല്ലേ? ഡിറ്റർമിനൻ്റ് ഓഫ് edge 2A that is equal to 16 raised to n. ഈ ഫോർമുല അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ? 2A. ഡിറ്റർമിനൻ്റ് ഓഫ് A ദ ഹോൾ റേസ് 2A ദ ഹോൾ റേസ് ടു n minus 1. ഇവിടെ n എന്തായിരുന്നു? സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആയിരുന്നു. 3 minus 1 2 റേസ് ടു 3. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് A ദ ഹോൾ റേസ് ടു 8. That is equal to 16 raised to n. Determinant of 2A the whole raised to 8. നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് KA നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. K raised to n ഇൻറ്റു ഡിറ്റേ എന്നാണ്. ഇവിടെ എയുടെ ഓർഡറാണ് ഇവിടെ വരുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു
എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കെ റേസ് ടു ദാറ്റ് നമ്പർ. എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെങ്കിൽ കെ റേസ് ടു 3 ഇൻറ്റു ഡിറ്റേ. അപ്പോൾ ഇവിടെ 2 റേസ് ടു 3 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ റേസ് ടു 8. A is a square matrix of order n, then determinant of K is equal to K raised to n into ditte. Two raised to 3, 8. Determinant നമുക്ക് കിട്ടിയത് 4. Eight 2 cube, 4 2 square. 3 plus 2 5, 2 raised to 5 the whole raised to 8, 2 raised to 4 the whole raised to n, a raised to m the whole raised to n and the a raised to m into n. 5 into 8 40, 2 raised to 40, 2 raised to 4 നമുക്ക് എക്സ്പോണൻ്റ് ഇക്വേറ്റ് ചെയ്യാം 4n. So n is equal to 40 divided by 4. ഇവിടെ എയുടെ സ്ഥാനത്ത് 2a ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് 2a ദ ഹോൾ റേസ് ടു n മൈനസ് 1, 3 മൈനസ് 1. ഈ 3 വന്നത് 1 2 3 എത്ര അഡ്ജ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് 2a റേസ് ടു 8 ഈസ് ഈക്വൽ ടു പിന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് 2a 2 റേസ് ടു 3, 3 എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ്. ഡിറ്റർമിനൻ്റ് ഓഫ് a ദ ഹോൾ റേസ് ടു 8. ഡിറ്റർമിനൻ്റ് ഓഫ് a നമ്മൾ കിട്ടിയാൽ നമുക്ക് കിട്ടി 4. 8 into 4 32 and 2 raised to 5, 2 raised to 40. So equating exponent we get n is equal to 10. Question number 2. If b is equal to 5 2 alpha 1 0 2 1 alpha 3 1 is the inverse of b is the inverse of a 3 by 3 matrix. A. Then the sum of odd values of alpha for which ditte plus 1 is equal to b എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ 3 by 3 മെട്രിക്സ് A. ദെൻ സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ ഫോർ വിച്ച് ditte plus 1 is equal to 0 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് A is equal to -1. ഇവിടെ ക്വസ്റ്റ്യൻ ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ 3 by 3 സ്ക്വയർ മെട്രിക്സ് എ. ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. 1 by ditte ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. നമുക്ക് തന്നിരിക്കുന്ന റിസൾട്ട് എന്താ? ഡിറ്റർമിനൻ്റ് എ പ്ലസ് 1 0 മീൻസ് ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു -1. 1 by -1 -1. Therefore ഡിറ്റർമിനൻ്റ് ബി ഈസ് ഈക്വൽ ടു -1. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഡിറ്റർമിനൻ്റ് ബി കാണാം. ഡിറ്റർമിനൻ്റ് ബി 5 into 2 minus 3
minus 2 alpha into 0 minus alpha plus 1 into 0 minus 2 alpha is equal to minus 1. 5 into 2 minus 3. Sorry, minus 1 വിട്ടു പോകുന്നു. ഇവിടെ മൈനസ് 1 ഉണ്ട്. 2 minus 2 minus 3 minus 5 0 minus alpha അവിടെ പിന്നെ മൈനസ് ആണെങ്കിൽ 0 ഇൻറ്റു മൈനസ് 1 0 പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 2 alpha. ഓക്കെ, മൈനസ് 25 പ്ലസ് 2 ആൽഫ സ്ക്വയർ minus 2 alpha plus 1 is equal to 0. 2 alpha square minus 2 alpha minus 24 0. Dividing each term by 2. Alpha square minus alpha minus 12 is equal to 0. Okay, we have to find the sum of all values of alpha for which. ഇതെന്താ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലേ. അപ്പം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആൽഫയ്ക്ക് 2 വാല്യൂസ് കിട്ടും. അപ്പോൾ സം ഓഫ് സീറോസ് നിങ്ങൾ 10th പഠിക്കുന്നുണ്ടല്ലോ. സം ഓഫ് സീറോസ് എന്താ ഫോർമുല? മൈനസ് ബി ബൈ എ. സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ minus 1 by 1, that is 1. ഇതാണ് ഞാൻ പറഞ്ഞ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ മറന്നുപോയെങ്കിൽ എഴുതിക്കണം. ax square plus bx is equal to 0. Alpha and beta are the roots, then alpha plus beta minus b by a. Alpha beta is equal to c by a. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ആൽഫ. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ആൽഫയ്ക്ക് 2 വാല്യൂ കിട്ടും. അതാണ് അതിൻ്റെ സീറോസ്. അതിൻ്റെ സം അതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. Q is equal to 1 3 alpha 1 3 3 1 2 2 is the adjoint of a 3 by 3 matrix B. And determinant B is equal to 2. Then alpha is alphയുടെ വാല്യൂ ഉണ്ട്. അതാണ് ക്വസ്റ്റ്യൻ. Q is the adjoint of a 3 by 3 matrix B and determinant B is equal to 2. Find alpha. Q is the adjoint of a matrix B. Adj B, that is equal to Q. Determinant of A is a square matrix of order n. Then determinant of adj എന്ന് പറഞ്ഞാൽ എന്താ? determinant of A the whole raised to n minus 1. n എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ ഓർഡർ. Determinant of adj B, determinant of Q. Determinant of adj B, determinant B the whole raised to n minus 1. ഇവിടെ n എന്താ? 3 minus 1 2. നോക്കിയതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാം. 1 into 6 minus 6 0. minus 3 into
2 minus 3 plus alpha into 2 minus 3. മൈനസിന് മൈനസ് പ്ലസ് 3 മൈനസ് ആൽഫ. ഡിറ്റർമിനൻറ്റ് ബി നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഇത്രയാണ് 2. Determinant B is equal to 2. So 3 minus alpha is equal to 2 square 4. 3 minus 4 minus 1. The minus alpha is equal to 1. So alpha is equal to minus 1. Let A and B be two invertible matrices. Of order 3 by 3. Of order 3 by 3. If determinant of AB the whole inverse. If determinant of AB the whole, AB A dash. A dash means A transpose. And determinant of AB inverse is equal to 8. Then determinant of B inverse A dash. ഇതാണ് കാണേണ്ടത്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. A and B two invertible matrices of order 3. Determinant of A is equal to determinant of its transpose. ഇതൊരു റിസൾട്ടാണ് കേട്ടോ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എ ഡാഷ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എ ഡാഷ് ഇസ് ഈക്വൽ ടു ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ഇൻറ്റു ഡിറ്റ് എ ഡാഷ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഡാഷ് ഡിറ്റർമിനൻ്റ് എ സെയിം. ഡിറ്റർമിനൻ്റ് ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ഇൻവേഴ്സ്. ഡിറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻവേഴ്സ് is equal to 8. Determinant of A into 1 by dit B is equal to 8. ഇവിടെ determinant of B എന്താ? 8 by determinant of A square അല്ലേ? Cross multiplication 8 into determinant of B, that is 8 by determinant of A the whole square. Cross multiplication we get determinant of A the whole cube is equal to 64. 64 നമുക്ക് എങ്ങനെ എഴുതാം? 4 ക്യൂബ്. ഡിറ്റ് എ ഈസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് കാണേണ്ടത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി ബി ഇൻവേഴ്സ് ബി എ ഇൻവേഴ്സ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 4. നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ 4 കിട്ടി. ഇനി നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി. സോ ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 4 by 8 1 by 2. ഇനി നമുക്ക് കാണേണ്ടത്
നോക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഡാഷ്. ഡിറ്റർമിനൻ്റ് ബി, ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ്, ഡിറ്റർമിനൻ്റ് ബി, ബി ഡാഷ്. ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഡാഷും ഡിറ്റർമിനൻ്റ് ഓഫ് ബിയും സെയിം. 1/2 ഇൻറ്റു 1/2 1/4. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്താ? 1/dit 1/60. ഡിറ്റർമിനൻ്റ് എ കിട്ടി. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഡിറ്റർമിനൻ്റ് ഓഫ് എ 4/8 1/2. നമുക്ക് ഇതിൻ്റെ ഈ ഡിറ്റർമിനൻ്റാണ് കാണുന്നത്. ഡിറ്റർമിനൻ്റ് ബി ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഡാഷ്. ബി ഡാഷിൻ്റെ ട്രാൻസ്പോസ്. ഇത് രണ്ട് സെയിം ആകുമ്പോൾ അത് ഇൻറ്റു ചെയ്യാം. ഡിറ്റർമിനൻ്റ് ബി ദ ഹോൾ സ്ക്വയർ. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്താ? 1/dit. അതാണ് 1/4. സോ ആൻസർ ഈസ് 1/16. Question number 5. A is equal to 1/2 factorial into 1/3 factorial 4 factorial into 2 factorial 3 factorial 4 factorial 3 factorial 4 factorial 5 factorial 4 factorial 5 factorial 6 factorial. നമുക്ക് നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയിരുന്നെങ്കിലും കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് മെട്രിക്സിലാണെങ്കിൽ നമുക്ക് ഹോൾ എലിമെൻസിൽ നിന്ന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഡിറ്റർമിനൻ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എ 1/2 factorial 3 factorial 4 factorial 3 factorial 4 factorial 5 factorial. ഇതിലിപ്പം നമുക്ക് ഒരു റോയിൽ നിന്ന് മാത്രമായിട്ട് നമുക്കൊരു എലിമെൻ്റ് ഔട്ട് സൈഡ് എടുക്കാം. വി ക്യാൻ ടേക്ക് എ കോമൺ ഫാക്ടർ ഫ്രം 1 റോ ഓർ 1 കോളം, അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. ഇവിടെ ഫസ്റ്റ് റോയിൽ 2 ഫാക്ടോറിയൽ കോമൺ എടുക്കാം. 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇപ്പോൾ 3 ഫാക്ടോറിയലിന് നമ്മൾ ബാക്കിലോട്ട് എഴുതുകയാണെങ്കിൽ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ. നമുക്ക് ഫസ്റ്റ് റോയിൽ നിന്ന് എന്തെടുക്കാം? വി ക്യാൻ ടേക്ക് 2 ഫാക്ടോറിയൽ ഫ്രം ഫസ്റ്റ് റോ, 3 ഫാക്ടോറിയൽ ഫ്രം സെക്കൻഡ് റോ, 4 ഫാക്ടോറിയൽ ഫ്രം തേർഡ് റോ. ഇതെല്ലാം ക്യാൻസലാവും. ഓക്കെ, ക്യാൻസലായിട്ട് 1 3 4 ഇൻറ്റു 3 12 1 4 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടർ 5 ഇൻറ്റു 4 20. 4 ഫാക്ടർ ഔട്ട് സൈഡ് 5 ഫാക്ടോറിയൽ 5 6 ഇൻറ്റു 5 30. ഇനി നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഫൈൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് അഡ്ജ് 2a ഇതായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ. ഞാൻ ബാക്കി എഴുതിയില്ല. നമുക്ക് ഈ ഡിറ്റർമിനൻ്റ് ഇവാലുവേഷനും ഒരു എളുപ്പവഴിയുണ്ട്. നമുക്കിത് രണ്ട് 0 ആക്കാം. R2 മൈനസ് R1 R3 മൈനസ് R1 R3 മൈനസ് R2 ചെയ്യാം. കാരണം നമുക്കിത് രണ്ട് 0 ആക്കാം. കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും. 1 3 12 1 മൈനസ് 1 0 4 മൈനസ് 3 1 20 മൈനസ് 12 1 മൈനസ് 1 5 മൈനസ് 4 30 മൈനസ് 20. നോക്കി ഇത് രണ്ട് 0 ആയെങ്കിൽ 1 ഇൻറ്റു ദിസ് മൈനസ് ദിസ് 10 മൈനസ് 8 2. We have to find determinant of edge 2a. Determinant of edge 2a. Determinant of edge എന്താ? Determinant of a the whole raised to n minus 1. That is determinant of 2a the whole raised to n minus 1. ഇവിടെ n എന്താ? 3. 3 minus 1 2. Determinant of 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 raised to 3 into dit a the whole square
this is equal to 2 cube 8, determinant 2, 8 into 2, 2 raised to 3, 2 raised to 4, the whole square. So answer is 2 raised to 8. Determinant of edge 2a എന്ന് പറഞ്ഞാൽ this matrix determinant of edge എന്ന് പറഞ്ഞാൽ determinant of a the whole raised to n minus 1. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? determinant of 2a the whole raised to n minus 1, 3 minus 1, 2. determinant of 2a 2 raised to 3. determinant of k എന്താ? k raised to n into dit. അതാണ് 2 raised to 3 into dit the whole square. That is 8 into determinant of a 2. 16 square. 16 എന്താ? 2 raised to 4. So answer is 2 raised to 8. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നതും എക്സ്പൊണൻഷ്യൽ ഫോമിലാണ്. 2 raised to 8, 2 raised to 6 അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യാത്തത്. ഓക്കെ, എല്ലാവരും ചെയ്ത് പഠിക്കുക. ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു.